നമസ്കാരം. മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണവും പ്രവർത്തനവും എല്ലാം ചർച്ച ചെയ്തതാണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുവാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ദയവായി കാണുക. അപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. ആദ്യം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ വിവിധ കമ്മിറ്റികളെപ്പറ്റി പരിചയപ്പെടാം. കമ്മിറ്റീസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. The Constituent Assembly appointed a number of committees to deal with the different tasks of constitution making. Out of this, 8 were major committees and the others were minor committees. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ വിവിധ കമ്മിറ്റികളെ പറ്റിയാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. 1946 ഭരണഘടന രൂപീകരിക്കുവാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി വിവിധ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി കമ്മിറ്റികൾ രൂപീകരിച്ചു. ഇവയിൽ 8 മേജർ കമ്മിറ്റികളും ബാക്കിയുള്ളവ മൈനർ കമ്മിറ്റികളും ആയിരുന്നു. എന്തൊക്കെയാണ് ആ കമ്മിറ്റികളെന്ന് നോക്കാം. മേജർ കമ്മിറ്റീസ്. മേജർ കമ്മിറ്റികളും അവയുടെ ചെയർമാൻ ആരാണ് എന്നും താഴെ കൊടുത്തിരിക്കുന്നു. 1. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, ജവഹർലാൽ നെഹ്റു. 2. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, ജവഹർലാൽ നെഹ്റു. യൂണിയനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കമ്മിറ്റികളൊക്കെ ജവഹർലാൽ നെഹ്റുവാണ് ചെയർമാനായിരുന്നത്. 3. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സർദാർ പട്ടേൽ. പ്രവിശ്യകളുമായി ബന്ധപ്പെട്ട കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേലാണ് ചെയർമാനായിരുന്നത്. 4. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്യുന്ന കമ്മിറ്റി, അതിൻ്റെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. 5. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ്, സർദാർ പട്ടേൽ. ദിസ് കമ്മിറ്റി ഹാഡ് ദ ഫോളോയിങ് 5 സബ് കമ്മിറ്റീസ്. മൗലിക അവകാശങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, ആദിവാസി, ഒഴിവാക്കപ്പെട്ട പ്രദേശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഉപദേശക സമിതിയുടെ ചെയർമാൻ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. കൂടാതെ ഈ കമ്മിറ്റിക്ക് താഴെ പറയുന്ന 5 സബ് കമ്മിറ്റികൾ കൂടെ ഉണ്ടായിരുന്നു. എ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി, JB കൃപാലിനി. ബി. മൈനോറിറ്റീസ് സബ് കമ്മിറ്റി, HC മുഖർജി. സി. നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് ആസാം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റി, ഗോപിനാഥ് ബർദോളി. ഡി. എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് അതർ ദാൻ തോസ് ഇൻ ആസാം സബ് കമ്മിറ്റി, AV താക്കർ. ഇ. നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയാസ് സബ് കമ്മിറ്റി. ഈ സബ് കമ്മിറ്റിയുടെ ചെയർമാനെ പറ്റി ഇൻഫർമേഷൻ ഇല്ല. ഈ 5 സബ് കമ്മിറ്റികളും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. 6. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നടപടിക്രമങ്ങളെ സംബന്ധിക്കുന്ന കമ്മിറ്റിയാണ്. ഇതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. 7. സ്റ്റേറ്റ്സ് കമ്മിറ്റി, കമ്മിറ്റി ഫോർ നെഗോഷിയേറ്റിംഗ് വിത്ത് സ്റ്റേറ്റ്സ്, ജവഹർലാൽ നെഹ്റു. സംസ്ഥാന സമിതി, സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തുന്നതിനുള്ള സമിതിയായിരുന്നു ഇത്. ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 8. സ്റ്റിയറിംഗ് കമ്മിറ്റി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അവസാനമായി സ്റ്റിയറിംഗ് കമ്മിറ്റി, അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇവയാണ് 8 മേജർ കമ്മിറ്റികൾ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് ഇങ്ങനെ 8 മേജർ കമ്മിറ്റികളുണ്ട് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. അവയുടെ ചെയർമാൻമാരെയും നമ്മളിവിടെ കണ്ടു. ഇനി നമുക്ക് ചില മൈനർ കമ്മിറ്റികൾ കൂടെ പരിചയപ്പെടാം. മൈനർ കമ്മിറ്റീസ്. ആകെ 13 മൈനർ കമ്മിറ്റികളാണ് ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് ഉണ്ടായിരുന്നത്. അവയും അവയുടെ ചെയർമാൻമാരെയും നോക്കാം. 1.
Finance and Staff Committee, Dr. Rajendra Prasad. 2. Credentials Committee, Alladi Krishnasamy Iyer. 3. House Committee, B. Pattabi Siddharamaiah. 4. Order of Business Committee, Dr. K.M. Munshi. 5. Ad hoc Committee on the National Flag, Dr. Rajendra Prasad. 6. Committee on the Functions of the Constituent Assembly, G.V. Mavlingar. 7. Ad hoc Committee on the Supreme Court, S. Varadachari, not an Assembly member. എസ് വരദാചാരിയുടെ അധ്യക്ഷതയിൽ സുപ്രീം കോടതിയെപ്പറ്റിയുള്ള ഒരു താൽക്കാലിക കമ്മിറ്റിയായിരുന്നു ഇത്. എന്നാൽ എസ് വരദാചാരി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി മെമ്പർ അല്ല. 8. കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ്, ബി. പട്ടാഭി സീതാരാമയ്യ. 9. എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ ദ ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് ഓഫ് ദ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നളിനി രഞ്ജൻ സർക്കാർ, നോട്ട് ആൻ അസംബ്ലി മെമ്പർ. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സാമ്പത്തിക വ്യവസ്ഥകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നളിനി രഞ്ജൻ സർക്കാരിൻ്റെ അധ്യക്ഷതയിൽ ഇങ്ങനെയൊരു കമ്മിറ്റി രൂപീകരിച്ചത്. എന്നാൽ നളിനി രഞ്ജൻ സർക്കാർ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി മെമ്പർ അല്ലായിരുന്നു. 10. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ, എസ് കെ ധാർ, നോട്ട് ആൻ അസംബ്ലി മെമ്പർ. ഭാഷാ അടിസ്ഥാനത്തിൽ പ്രൊവിൻസുകൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ളൊരു കമ്മിറ്റിയാണ് എസ് കെ ധാറിൻ്റെ അധ്യക്ഷതയിലുള്ള ഈ കമ്മിറ്റി. എന്നാൽ എസ് കെ ധാറും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി മെമ്പർ അല്ലായിരുന്നു. 11. സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാമിൻ ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പരിശോധിക്കുവാനുള്ള കമ്മിറ്റിയാണ് ഇത്. 12. പ്രസ് ഗാലറി കമ്മിറ്റി, ഉഷാനാഥ് സെൻ. 13. അഡ് ഹോക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ്, എസ് വരദാചാരി. ഇത്രയുമാണ് 13 മൈനർ കമ്മിറ്റീസ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് ഒരുപാട് ഡീപ്പായി പഠിക്കേണ്ട ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്യാത്തത്. ഇനി നമുക്ക് ഈ കമ്മിറ്റികളിലെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെപ്പറ്റി നോക്കാം. Drafting Committee. Among all the committees of the Constituent Assembly, the most important committee was the Drafting Committee, set up on August 29, 1947. It was this committee that was entrusted with the task of preparing a draft of the new constitution. It consisted of 7 members. ഭരണഘടനാ നിർമ്മാണ സമിതികളിലെ കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. 1947 ഓഗസ്റ്റ് 29 രൂപം കൊണ്ട ഈ കമ്മിറ്റിയാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആകെ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അവരാരൊക്കെയാണ് എന്ന് നോക്കാം. 1. ഡോക്ടർ ബി ആർ അംബേദ്കർ, ചെയർമാൻ. ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. 2. എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. 3. അല്ലാദി കൃഷ്ണസ്വാമി അയ്യർ. 4. ഡോക്ടർ കെ എം മുൻഷി. 5. സയ്യിദ് മുഹമ്മദ് സാദുല്ല. 6. എൻ മാധവ റാവു. He replaced B.L. Mitter, who resigned due to ill health. B.L. Mitter ആയിരുന്നു ഈ കമ്മിറ്റിയിൽ അംഗമായിരുന്നത്. എന്നാൽ അനാരോഗ്യം കാരണം അദ്ദേഹം രാജിവെക്കുകയും എൻ മാധവ റാവു പകരം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 7. ടി ടി കൃഷ്ണമാചാരി. He replaced D. P. ഖൈത്താൻ, who died in 1948. കെ പി ഖൈത്താൻ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരംഗം. എന്നാൽ 1948 അദ്ദേഹം മരണപ്പെടുകയും അദ്ദേഹത്തിനു പകരമായി ടി ടി കൃഷ്ണമാചാരിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നുവെന്ന് നോക്കാം. The drafting committee, after taking into consideration the proposals of the various committees, prepared the first draft of the Constitution of India
which was published in February 1948. വിവിധ കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 1948 ഫെബ്രുവരിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചു. The people of India were given 8 months to discuss the draft and propose amendments. അങ്ങനെ 1948 ഫെബ്രുവരിയിൽ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രസിദ്ധീകരിച്ചതിനു ശേഷം അതിൽ ഭേദഗതികൾ നിർദ്ദേശിക്കുവാൻ പൊതുജനങ്ങൾക്ക് 8 മാസത്തെ സമയം അനുവദിച്ചു. In the light of the public comments, criticisms and suggestions, the drafting committee prepared a second draft which was published in October 1948. ഇങ്ങനെ ലഭിച്ച നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഉൾപ്പെടുത്തി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇന്ത്യൻ ഭരണഘടനയുടെ സെക്കൻഡ് ഡ്രാഫ്റ്റ് 1948 ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ചു. The drafting committee took less than 6 months to prepare its draft. In all, it sat only for 141 days. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുവാൻ 6 മാസത്തിൽ താഴെ സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ. ആകെ 141 ഡേയ്സ് മാത്രമാണ് കമ്മിറ്റി കൂടിയത്. ഇങ്ങനെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. ഇനി എങ്ങനെയാണ് ഈ ഭരണഘടന എനാക്ട് ചെയ്തത് അഥവാ പാസ്സാക്കിയത് എന്ന് നോക്കാം. Enactment of the Constitution. Dr. B.R. Ambedkar introduced the final draft of the Constitution in the Assembly on November 4, 1948. First reading. ഇങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തതിനു ശേഷം ഡോക്ടർ ബി ആർ അംബേദ്കർ 1948 നവംബർ 4 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഭരണഘടനയുടെ ഫൈനൽ ഡ്രാഫ്റ്റ് അവതരിപ്പിച്ചു. ഇത് ഡ്രാഫ്റ്റിൻ്റെ ഫസ്റ്റ് റീഡിംഗ് ആയിരുന്നു. നമുക്കറിയാം, നിയമങ്ങൾ പാസ്സാക്കുമ്പോഴും ഇതുപോലെ ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ് എന്നൊക്കെ ഉണ്ട്. ദ സെക്കൻഡ് റീഡിംഗ് സ്റ്റാർട്ടഡ് ഓൺ നവംബർ 15, 1948 and ended on October 17, 1949. ഭരണഘടനയുടെ ഫൈനൽ ഡ്രാഫ്റ്റിൻ്റെ സെക്കൻഡ് റീഡിംഗ് 1948 നവംബർ 15 മുതൽ 1949 ഒക്ടോബർ 17 വരെ ആയിരുന്നു. The third reading of the draft started on November 14, 1949. Dr. B.R. Ambedkar moved a motion, the Constitution as settled by the Assembly be passed. മൂന്നാമത്തേതും അവസാനത്തേതുമായ ഡ്രാഫ്റ്റ് റീഡിംഗ് 1949 നവംബർ 14 തുടങ്ങി. ഡ്രാഫ്റ്റ് റീഡിങ്ങിന് ശേഷം ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടന സമിതി പാസ്സാക്കുന്നു എന്നൊരു പ്രമേയം കൊണ്ടുവന്നു. The motion on draft constitution was declared as passed on November 26, 1949 and received the signatures of the members and the president. This is also the date mentioned in the preamble as the date on which the people of India in the Constituent Assembly adopted, enacted and gave to themselves this constitution. ഭരണഘടന പാസ്സാക്കുവാനുള്ള പ്രമേയം 1949 നവംബർ 26 പാസ്സായി. അതോടൊപ്പം അംഗങ്ങളുടെയും പ്രസിഡന്റിൻ്റെയും ഒപ്പുകളും ലഭിച്ചു. 1949 നവംബർ 26 എന്ന ഈ ഡേറ്റാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം ഈ ഡേറ്റിലാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാസ്സാക്കപ്പെട്ടത്. ഭരണഘടനയുടെ ആമുഖം പരിശോധിക്കുകയാണെങ്കിൽ, ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ദിസ് 26th day of November 1949 do hereby adopt, enact and give to ourselves this constitution എന്ന് കാണാം. ഇനി നമുക്ക് ഇന്ത്യൻ ഭരണഘടന എപ്പോഴാണ് എൻഫോഴ്സ് ചെയ്തത്, നടപ്പിൽ വരുത്തിയത് എന്ന് പരിശോധിക്കാം. എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. The Constitution as adopted on November 26, 1949 contained a preamble, 395 articles and 8 schedules. The preamble was enacted
after the entire constitution was already enacted. 1949 നവംബർ 26 പാസാക്കിയ ഭരണഘടനയിൽ ഒരു ആമുഖവും 395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഭരണഘടന മുഴുവൻ പാസാക്കിയതിനു ശേഷമാണ് ആമുഖം പാസാക്കിയത്. Some provisions of the Constitution pertaining to citizenship, elections, provisional parliament, temporary and transitional provisions, and short title contained in Articles 5, 6, 7, 8, 9, 60, 324, 366, 367, 379, 380, 388, 391, 392, and 393 came into force on November 26, 1949 itself. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾസ് 5, 6, 7, 8, 9, 60, 324, 366, 367, 379, 380, 388, 391, 392 ആൻഡ് 393 എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന വ്യവസ്ഥകൾ, അതായത് പൗരത്വം, തിരഞ്ഞെടുപ്പുകൾ, താൽക്കാലിക പാർലമെൻറ്റ്, മറ്റു ചില താൽക്കാലിക വ്യവസ്ഥകൾ എന്നിവയൊക്കെ തന്നെ 1949 നവംബർ 26 തന്നെ നിലവിൽ വന്നിരുന്നു. The remaining provisions, the major part of the Constitution, came into force on January 26, 1950. This day is referred to in the Constitution as the date of its commencement and celebrated as the Republic Day. നമ്മൾ മുമ്പേ പറഞ്ഞ ചില വ്യവസ്ഥകൾ 1949 നവംബർ 26 തന്നെ നിലവിൽ വന്നിരുന്നു. എന്നാൽ ബാക്കി വരുന്ന ബഹുഭൂരിപക്ഷം വ്യവസ്ഥകളും 1950 ജനുവരി 26 നിലവിൽ വന്നത്. ഈ ദിവസമാണ് ഭരണഘടന നിലവിൽ വന്ന ദിവസമായും അതോടൊപ്പം റിപ്പബ്ലിക് ഡേ ആയും നമ്മൾ ആഘോഷിക്കുന്നത്. ജനുവരി 26. January 26 was specifically chosen as the date of commencement of the Constitution because of its historical importance. It was on this day in 1930 that Purna Swaraj Day was celebrated, following the resolution of the Lahore session December 1929 of the INC. ജനുവരി 26 ഭരണഘടന നിലവിൽ വരുത്തുവാനായി നാം മനഃപൂർവ്വം തിരഞ്ഞെടുത്ത ഒരു ഡേറ്റാണ്. 1949 നവംബർ 26 തന്നെ ഭരണഘടന പാസ്സായി എങ്കിലും നമ്മൾ 1950 ജനുവരി 26 വരെ വെയിറ്റ് ചെയ്തു. അതിന് കാരണം ജനുവരി 26 എന്ന ഡേറ്റിന് ഒരു ചരിത്ര പ്രാധാന്യമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ഡിസംബർ ലാഹോർ സെഷനിലെ തീരുമാനപ്രകാരം 1930 ജനുവരി 26 നമ്മൾ പൂർണ്ണ സ്വരാജ് ദിവസം ആഘോഷിച്ചിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 26 എന്ന ഡേ നമ്മൾ മനഃപൂർവ്വം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുത്തുവാനായി തിരഞ്ഞെടുത്തത്. ഇങ്ങനെ ഒരു ചരിത്ര പ്രാധാന്യം കൂടെ കണക്കിലെടുത്താണ് 1950 ജനുവരി 26 നാം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുത്തിയത്. അതോടുകൂടി ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക് രാജ്യമായി മാറുകയും ചെയ്തു. ഇത്രയുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തെപ്പറ്റി പ്രധാനമായും പറയുവാനുള്ളത്. ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് ഉണ്ടായിരുന്ന ചില വിമർശനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. Criticism of the Constituent Assembly. 1. Not a representative body. The critics have argued that the Constituent Assembly was not a representative body as its members were not directly elected by the people of India on the basis of universal adult franchise. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളല്ല എന്നൊരു വിമർശനം ഉണ്ട്. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എങ്ങനെയാണ് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് എന്ന് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടതാണ്. ഇൻഡയറക്റ്റായ രീതിയിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അല്ലായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നത്.
ഇത് പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ്. 2. Not a sovereign body. The critics maintained that the Constituent Assembly was not a sovereign body as it was created by the proposals of the British government. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത് ഒരു പരമാധികാര ബോഡി അല്ലായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത് തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. മാത്രമല്ല ഈ സമിതി കൂടിയിരുന്നത് തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടു കൂടിയായിരുന്നു. അതുകൊണ്ട് ഈ സമിതി ഒരു പരമാധികാര സമിതി അല്ലായിരുന്നു. 3. Time consuming. According to the critics, the Constituent Assembly took unduly long time to make the Constitution. വിമർശകരുടെ അഭിപ്രായത്തിൽ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുവാൻ ആവശ്യത്തിലധികം സമയമെടുത്തു. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുവാൻ കേവലം 4 മാസം മാത്രമേ എടുത്തുള്ളൂ എന്ന് അവർ ചൂണ്ടിക്കാണിച്ചു. മാത്രമല്ല കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മെമ്പറായിരുന്ന നസറുദ്ദീൻ അഹമ്മദ് ഭരണഘടന തയ്യാറാക്കുവാൻ നിയോഗിക്കപ്പെട്ട ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് കളിയാക്കി വിളിക്കുകയും ചെയ്തു. 4. Dominated by Congress. The critics charged that the Constituent Assembly was dominated by the Congress Party. Granville Austin, a British constitutional expert, remarked, "The Constituent Assembly was a one-party body in an essentially one-party country. The Assembly was the Congress and the Congress was India." ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ കോൺഗ്രസ് പാർട്ടി ആധിപത്യം പുലർത്തിയിരുന്നു എന്നതാണ് മറ്റൊരു വിമർശനം. ബ്രിട്ടീഷ് ഭരണഘടനാ വിദഗ്ധനായ ഗ്രാൻവില്ലെ ഓസ്റ്റിൻ്റെ അഭിപ്രായത്തിലും ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ കോൺഗ്രസിൻ്റെ ആധിപത്യമാണ് ഉണ്ടായിരുന്നത്. ദ അസംബ്ലി വാസ് ദ കോൺഗ്രസ് ആൻഡ് ദ കോൺഗ്രസ് വാസ് ഇന്ത്യ എന്നാണ് അദ്ദേഹം റിമാർക്ക് ചെയ്തത്. അതായത് അസംബ്ലിയിൽ കോൺഗ്രസിൻ്റെ മേധാവിത്വമാണ് ഉണ്ടായിരുന്നത്. 5. Lower politician domination. It is also maintained by the critics that the Constituent Assembly was dominated by lawyers and politicians. They pointed out that other sections of the society were not sufficiently represented. This, to them, is the main reason for the bulkiness and complicated language of the Constitution. വക്കീലന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും ആധിപത്യമാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ കാണുവാൻ സാധിക്കുന്നത്. സമൂഹത്തിലെ മറ്റേത് വിഭാഗങ്ങളെക്കാട്ടിലും കൂടുതൽ വക്കീലന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പ്രാതിനിധ്യം ലഭിച്ചു എന്നതാണ് സത്യം. ഇന്ത്യൻ ഭരണഘടനയുടെ വലുപ്പത്തിൻ്റെയും സങ്കീർണമായ ഭാഷയുടെയും കാരണം ഇതാണ് എന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. 6. Dominated by Hindus. According to some critics, the Constituent Assembly was a Hindu-dominated body. Lord Viscount-Simon called it a body of Hindus. Similarly, Winston Churchill commented that the Constituent Assembly represented only one major community in India. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടവരാണ് കൂടുതലായി ഉണ്ടായിരുന്നത് എന്നാണ് മറ്റൊരു വിമർശനം. ഹിന്ദുക്കളുടെ ഒരു ബോഡി എന്ന് ലോർഡ് വിസ്കോൺ-സൈമണും ഇന്ത്യയിലെ ഒരു മേജർ കമ്മ്യൂണിറ്റിയെ മാത്രം റെപ്രസെൻ്റ് ചെയ്യുന്ന ബോഡി എന്ന് വിൻസ്റ്റൺ ചർച്ചിലും അഭിപ്രായപ്പെട്ടു. ഇത്രയുമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്കെതിരെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങൾ. ഇനി നമുക്ക് ചില ഇമ്പോർട്ടൻ്റായ ഫാക്റ്റുകൾ കൂടി നോക്കാം. ഇമ്പോർട്ടൻ്റ് ഫാക്ട്സ്. പ്രാധാന്യമുള്ള ചില ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. 1. Elephant was adopted as the seal of the Constituent Assembly. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സീൽ ആയി എലിഫന്റ് ആനയെയാണ് തിരഞ്ഞെടുത്തത്. 2. Sir B.N. Rao was appointed as the constitutional advisor, legal advisor to the Constituent Assembly. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഭരണഘടനാ ഉപദേശകനായി അല്ലെങ്കിൽ നിയമ ഉപദേശകനായി സർ B.N. റാവോയെ ആണ് അപ്പോയിൻറ്റ് ചെയ്തത്. അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ നിയമ ഉപദേശകൻ സർ B.N. റാവോ ആയിരുന്നു.
3. H.V.R. Iyengar was the secretary to the Constituent Assembly. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സെക്രട്ടറി എന്ന് പറയുന്നത് H.V.R. Iyengar ആയിരുന്നു. 4. S.N. Mukherjee was the chief draftsman of the Constitution in the Constituent Assembly. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്നത് S.N. Mukherjee ആയിരുന്നു. 5. Prem Behari Narain Raisada was the calligrapher of the Indian Constitution. The original Constitution was handwritten by him in a flowing italic style. പ്രേം ബിഹാരി നരൈൻ റൈസാദ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തുപ്രതി തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ വേർഷൻ അദ്ദേഹമാണ് ഇറ്റാലിക് സ്റ്റൈലിൽ എഴുതിയത്. 6. The original version was beautified and decorated by artists from Shantiniketan including Nandlal Bose and Biohar Ram Manohar Sinha. നന്ദലാൽ ബോസ്, ബിയോഹർ രാം മനോഹർ സിൻഹ തുടങ്ങി ശാന്തിനികേതനിൽ നിന്നുൾപ്പെടെയുള്ള കലാകാരന്മാർ ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ വേർഷൻ ഡെക്കറേറ്റ് ചെയ്യുകയും ഭംഗിയുള്ളതാക്കി തീർക്കുകയും ചെയ്തു. 7. ബിയോഹർ രാം മനോഹർ സിൻഹ illuminated, beautified and ornamented the original preamble calligraphed by Prem Behari Narain Raisada. പ്രേം ബെഹാരി നരൈൻ റൈസാദ എഴുതിയ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ബിയോഹർ രാം മനോഹർ സിൻഹ വിവിധ തരത്തിൽ ഡെക്കറേറ്റ് ചെയ്ത് ഭംഗിയാക്കി തീർത്തു. 8. The calligraphy of the Hindi version of the original constitution was done by Vasant Krishan Vaidya and elegantly decorated and illuminated by Nandlal Bose. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി വേർഷൻ എഴുതിയത് വസന്ത് കൃഷ്ണൻ വൈദ്യയും അത് ഡെക്കറേറ്റ് ചെയ്ത് മനോഹരമാക്കിയത് നന്ദലാൽ ബോസും ആണ്. ഇത്രയുമാണ് ഭരണഘടന തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ. ഇതോടുകൂടി മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് പാർട്ടും പൊളിറ്റിയുടെ പ്ലേലിസ്റ്റും താഴെ കൊടുത്തിരിക്കുന്നു. നന്ദി.